ഈ ഡൈനാമെഷ് പോലെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ് സീബ്രഷിലെ സി റീമെഷർ എന്ന് പറയും. ടോപ്പോളജി പോലെ തന്നെ ഒരു ഓപ്ഷനാണ്, ഒരു ടോപ്പോളജി പോലെ തന്നെ ഒരു അത്യാവശ്യം നീറ്റായിട്ടുള്ള പോളിഗണാക്കി മാറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അതെങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനൊരു ഒരു സ്പിയർ എടുത്തു, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു, എഡിറ്റ് മോഡാക്കി മേക്ക് പോളിമെഷ് കൊടുത്തു. ജസ്റ്റ് എന്ത് ചെയ്തു, ഇതിനെ ഒന്ന് ഡൈനാമെഷ് ആക്കുക. ഡൈനാമെഷ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വലിച്ചു, ഇത് ഒന്ന് രണ്ട് സൈഡും ഒന്ന് ഇങ്ങനെ വലിച്ച് ഇങ്ങനെയൊക്കെ വലിച്ചു, ജസ്റ്റ് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ജോമെട്രി പോയിട്ട് ഡൈനാമിഷ് ക്ലിക്ക് ചെയ്തു, ഒരു 64 128 ക്ലിക്ക് ചെയ്തു. അപ്പോൾ നോക്കി ഈവനായിട്ട് ലേബിളിൻ്റെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ട് പ്രസ് ചെയ്തു, ജസ്റ്റ് ഇങ്ങനെ വരച്ചു, ഷിഫ്റ്റ് പിടിച്ച് സ്മൂത്ത് ചെയ്തു. നോക്കിയൊരു വാ പോലെ സംഭവമായി. ജസ്റ്റ് ഒരു രണ്ട് കണ്ണ് പോലെ സംഭവം അതുകൂടെ സെറ്റ് ചെയ്തു. കണ്ടോ, ഇങ്ങനെ വെച്ചു, എന്നിട്ട് അതൊന്ന് സ്മൂത്ത് ചെയ്തു. അപ്പോൾ ഇത് ഡൈനാമിഷിലാണ് കിടക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഡൈനാമിഷ് കിടക്കുന്ന സംഭവമാണ്. എനിക്കിപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടി ഒരു ഡൈനാമിഷ് വാല്യൂ കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 150 ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടെ കൂടിയുണ്ട്. അപ്പം ഇത് ഡൈനാമിഷായി. സി റീമെഷർ എന്നുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പോളജി പോലത്തെ ഒരു ഇതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഈവനായിട്ട് സംഭവം. അപ്പോൾ ഞാനിപ്പം ഇതിൻ്റെ ഓപ്ഷൻ ഒന്നും മാറ്റുന്നില്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. കുറച്ച് ടൈം എടുക്കും. കണ്ടോ, അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു മെഷ് ഫ്ലോ കിട്ടി. കണ്ടില്ലേ, ജസ്റ്റ് ക്ലിക്ക്, വേറെ ഓപ്ഷൻ ഒന്നും മാറ്റിയില്ല. ഇനി കണ്ടോ, കുറച്ചുകൂടെ ലോ ആയി ഡിവിഷൻ. നമുക്ക് ഇച്ചിരി ഡിവിഷൻ കുറച്ച് എടുക്കാനുള്ള സംഭവമാണ്.